നമസ്കാരം, ഷാജു ആണ്. ഒപ്പം നമ്മുടെ വിനുബായി. നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി. നമ്മുടെ വിനുബായിയുടെ മാറാപ്പ് കണ്ടോ? മാറാപ്പല്ലാണ്ട് ഇത് പങ്കായം. പങ്കായം. കാരണം ഇന്നൊരു ചെറിയ പങ്കായവും വള്ളത്തിലും ഒക്കെ ആയിട്ട് ആശാൻ നല്ല എൻജോയ് മൂഡിലാണ്. ഞങ്ങളിന്ന് കൊല്ലം ജില്ലയിലുള്ള സാമ്പ്രാണിക്കൊടി എന്ന് പറയുന്ന ഒരു ചെറിയ ഐലൻഡിലേക്കുള്ള യാത്രയിലാണ്. സാമ്പ്രാണിക്കൊടിയുടെ മുന്നിലാണ് ഇപ്പോൾ ഞങ്ങൾ. ഇപ്പോൾ ഐലൻഡ് ഒരു ട്രെൻഡാണല്ലോ. നമ്മുടെ ലക്ഷദ്വീപും മാലിദ്വീപും ഒക്കെ ആയിട്ട് നിറഞ്ഞു നിൽക്കുന്നൊരു സമയമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇന്നൊരു ചെറിയ നമുക്ക് തൊട്ടടുത്ത് നമുക്ക് താങ്ങാൻ പറ്റുന്ന ഒരു ഐലൻഡ് തിരഞ്ഞെടുക്കുകയായിരുന്നു. ഓക്കെ, തുടങ്ങിക്കൂടെ വിനു ബായ്? ശരി, ഞങ്ങൾ അങ്ങോട്ട് തുഴഞ്ഞു നീങ്ങുകയാണ്. തുഴഞ്ഞു പോവുകയാണ് എന്ന് നിങ്ങളോട് പറഞ്ഞ നമ്മുടെ വിനുബായ് ഏതാ നടന്നു പോകുന്നത് കണ്ടോ? ഇദ്ദേഹം തുഴഞ്ഞു പോകാൻ തയ്യാറെടുത്തപ്പോൾ നമ്മുടെ DTPCയിലെ ഉദ്യോഗസ്ഥർ പറഞ്ഞു മറ്റുള്ളവർ പോകുന്നത് പോലെ മര്യാദയ്ക്ക് ബോട്ടിൽ കയറി പോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ബോട്ടിൽ കയറാൻ ചെന്നപ്പോഴാണ് അറിയുന്നത് 150 രൂപ ഫീസ് ഉണ്ട് അത്രേ, ഒരാൾക്കാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഈ DTPCയുടെ തന്നെ ചെറുതും വലുതുമായ ബോട്ടുകൾ ഇവിടെ ഉണ്ട്. അതിലിപ്പോൾ ഞങ്ങൾ രണ്ടുപേരും പോകുന്നത് 7 പേർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ചെറിയ ഒരു മോട്ടോർ ഇത് എഞ്ചിൻ ഘടിപ്പിച്ച ബോട്ടിലാണേ. ഇതിൽ 7 സീറ്റുകൾ മാത്രമേ ഉള്ളൂ. ഒരാൾക്ക് 150 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. ഒരല്പം കടന്നു പോയില്ലേ എന്നൊരു സംശയം തോന്നുന്നുണ്ട്. ഇത് പറയാൻ കാരണം എന്താണെന്നറിയോ? ഈ നമുക്കൊരു മാക്സിമം 5 മിനിറ്റ് മാത്രം, 5 മിനിറ്റ് എടുക്കുന്നില്ല നമുക്ക് നമ്മുടെ ഈ ടിക്കറ്റ് കൗണ്ടർ, അതായത് ഈ സാമ്പ്രാണിക്കൊടി എന്ന് പറയുന്ന ആ ബോട്ട് ജെട്ടിയിൽ നിന്നും നമ്മുടെ ഈ ഐലൻഡിലേക്കുള്ള യാത്ര, ബോട്ടിലെ യാത്ര എന്ന് പറയുന്നത് 5 മിനിറ്റ് പോലും തികച്ചെടുക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ 150 രൂപ ഒരാൾക്ക് ഒരല്പം കൂടുതലല്ലേ എന്ന് ഞാൻ ചിന്തിച്ചു പോയത്. എന്തായാലും കാഴ്ചയ്ക്ക് അതിമനോഹരമാണ്. നമുക്ക് ശരിക്കും കായൽ ആസ്വദിക്കുന്നവർക്ക് ഇതൊരു ആസ്വാദനം തന്നെയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. ഈ അഷ്ടമുടി കായലിൻ്റെ ആ ഒരു ഭംഗി അത്രയ്ക്കുണ്ട്. പിന്നെ ഈ കാറ്റ് കാരണം, നല്ല കാറ്റുണ്ട്, ഭയങ്കര കാറ്റാണ്, ശക്തമായ കാറ്റ്. ചിലപ്പോൾ അത് എല്ലാ ദിവസവും ഉണ്ടാകണമെന്നില്ല, എന്നിരുന്നാൽ കൂടി കാറ്റുണ്ടാകും. അപ്പോൾ നമുക്ക് നല്ല ഒരു വിൻഷീൽഡ് ക്യാമറ അല്ല നമ്മുടെ മൈക്കിൽ ഉപയോഗിച്ചില്ലെങ്കിൽ, നല്ലൊരു വിൻഷീൽഡിലെങ്കിൽ ശരിക്കും നമുക്കിത് പറയുന്നതൊന്നും നിങ്ങൾ കേൾക്കാൻ കഴിയില്ല. എത്ര മനോഹരമായ കാഴ്ചകൾ നമ്മൾ ആസ്വദിച്ചാലും ഈ വീഡിയോയിലൂടെ നമ്മൾ ആസ്വദിക്കുമ്പോൾ ഈ അപശബ്ദം മീൻസ് കാറ്റിൻ്റെയും മറ്റുള്ളവരുടെയൊക്കെ ഞാൻ പറയുന്നതും എല്ലാം കൂടിക്കൊഴിഞ്ഞ് നിങ്ങളുടെ ഈ കാതുകളിലേക്ക് എത്തുമ്പോൾ ഉണ്ടല്ലോ ആ ഭംഗി നഷ്ടപ്പെടും. എന്തായാലും വരുന്നവരും ഈ വീഡിയോയ്ക്ക് റെക്കോർഡ് ചെയ്യുന്നവരുമൊക്കെ ശരിക്കും നല്ലൊരു വിൻഷീൽഡുള്ള ഒരു മൈക്ക് തന്നെ ഉപയോഗിക്കണമെന്ന അഭ്യർത്ഥനയുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞല്ലോ, വളരെ ചുരുങ്ങിയ സമയം മതി നമുക്ക് അവിടെ നിന്ന് ഇവിടെ എത്താൻ. ഏകദേശം നമ്മുടെ ആ ഐലൻഡിലേക്ക് എത്തിക്കഴിഞ്ഞു. അവിടെ നമുക്ക് ഈ ബോട്ട് ചേർന്ന് നിൽക്കുന്നതിലേക്കായി ഒരു താൽക്കാലികമായി ഒരു പ്ലാറ്റ്ഫോം അവർ അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒരു 5 മിനിറ്റത്തെ റണ്ണിങ്ങേ ഉള്ളൂ കേട്ടോ. ആ ജട്ടിയിൽ നിന്നും വെറും ഒരു 5 മിനിറ്റ് മാത്രമാണ്. ഇവിടെ ഒരു താൽക്കാലിക കൂടെ ഒരു ഫുട്പാത്ത് അല്ലേ, താൽക്കാലികമായി ബോട്ട് വന്ന് അടുക്കുന്ന ഒരു ചെറിയ ജട്ടി പ്ലാറ്റ്ഫോം ഒരുക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ സൈഡിൽ ഇറങ്ങി നമുക്ക് താങ്ങുന്ന ഐലൻഡ് നമ്മുടെ നാട്ടിൽ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് ജസ്റ്റ് ഒരു 60 കിലോമീറ്റർ ദൂരത്തിൽ. ഇനി ഇത് ഞാൻ പറഞ്ഞല്ലോ, ഒരു താൽക്കാലിക പ്ലാറ്റ്ഫോം ഒരുക്കിയിട്ടുണ്ട്. അതിലിറങ്ങിയിട്ട് ഇനി ഇവിടെ കാണുന്നത് ഈ ഐലൻഡാണ്. ഐലൻഡ് നമ്മുടെ മുട്ടളവോളം വെള്ളമുണ്ട്. ഈ മുട്ടള വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുക എന്നതിനപ്പുറം മറ്റ് എൻജോയ്മെൻ്റ് ഒന്നുമില്ല. അവധി ദിനം ആയതുകൊണ്ടാകും കേട്ടോ, നല്ല തിരക്കുണ്ട്. ഞങ്ങൾ രാവിലെ വരുമ്പോൾ തന്നെ ഒരുപാട് വണ്ടികളുണ്ടായിരുന്നു, ഒരുപാട് സഞ്ചാരികളുണ്ടായിരുന്നു. പക്ഷേ മുൻപ് ഞാൻ കണ്ടിട്ടുള്ള വീഡിയോയിലൊക്കെ നല്ല തെളിഞ്ഞ വെള്ളമായിരുന്നു. അതായത് ശരിക്കും നമുക്ക് കര കാണാൻ കഴിയും. അപ്പോൾ ഈ തിരക്കുള്ളത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ മുഴുവൻ ഈ ചെളി കലങ്ങിയിട്ടാകാം, വെള്ളമെല്ലാം നന്നായിട്ട് കലങ്ങിക്കിടപ്പുണ്ട്. പിന്നെ ഒരുപാട് ഈ പ്രദേശവാസികൾ
നമ്മുടെ ഈ സമീപത്തുള്ള തൊട്ടടുത്ത ഐലൻഡുകൾ, ഒരുപാട് ഐലൻഡുകൾ ഈ സമീപത്തുണ്ടെന്ന് പറയുന്നു. അതിൽ ജനസാന്ദ്രത എന്ന് പറയുന്നത് ഒരുപാട് കുടുംബങ്ങൾ താമസിക്കുന്ന ചില ഐലൻഡുകളുമുണ്ട് ഇതിനെ തൊട്ട് ചേർന്ന് കിടക്കുന്ന. അപ്പോൾ അവിടെയൊക്കെയുള്ള പ്രദേശവാസികളാകണം ഇവിടെ ഈ ചെറിയ ബോട്ടുകളും മറ്റുമായി ഇവരെ ഈ ഐലൻഡിന് ചുറ്റും ഒന്ന് കൊണ്ട് നടന്നൊരു 15 മിനിറ്റോളം ചെറിയ വള്ളത്തിൽ തുഴഞ്ഞ് ഈ സമീപ പ്രദേശത്തെ ഐലൻഡുകളൊക്കെ കാണിച്ചു കൊടുത്ത് ഭക്ഷണമൊക്കെ വാങ്ങിക്കൊടുക്കുന്ന ചെറിയ പ്രദേശവാസികളുണ്ട്. അവരുടെയൊക്കെ ഉപജീവന മാർഗം ഇതിൽ തന്നെയാണ്. ഒരുപാട് പേര് ഈ ചില അമ്മമാരും പെങ്ങന്മാരും ഒക്കെ ഉണ്ട്. ചെറിയ പെട്ടിക്കട പോലെ ടേബിളൊക്കെ നമ്മുടെ ഇതിന് ഐലൻഡിനകത്ത് ഒരുക്കി വെച്ച് കച്ചവടം ചെയ്യുന്ന ഒരുപാട് അമ്മമാർ പെങ്ങന്മാരൊക്കെ ഉണ്ട്. നെല്ലിക്ക, മാങ്ങ അങ്ങനെ ഉണ്ട്. ചേച്ചി എത്ര മണിക്ക് വരും? എത്ര മണി മുതൽ എത്ര മണി വരെ ഇവിടെ ഉണ്ടാവും? 5:30 വരെ. രാവിലെ 10 മണിയാകുമ്പോൾ രാവിലെ 10 മണിക്ക് വരും, 5:30 വരെ ഒരു നിൽക്കും. അപ്പോൾ ഈ ഒരേ സമയത്ത് ഇവിടെ നിൽക്കല? ഇരിക്കാൻ ഈ ചെയർ, താൽക്കാലിക ചെയറുണ്ടല്ലേ? ഈ രാവിലെ മുതൽ 5 മണി വരെ വെള്ളത്തിൽ നിന്നാൽ തണുപ്പും ബുദ്ധിമുട്ടും പ്രയാസമൊന്നുമില്ലേ? വള്ളത്തിന്റെ സംഭവം ഒരു 2-3 ഐലൻഡ് ഇറങ്ങി വരും. ഒരാൾക്ക് 50 രൂപയുള്ളൂ. 50 രൂപ. രണ്ടുപേരാതെ 100 രൂപ. ഒരു 20 മിനിറ്റ്. ഇറങ്ങാനൊന്നും പറ്റത്തില്ല, കറങ്ങിന് പോരത്തേ ഉള്ളു. ആ ഇതിന്റെ ഇടയ്ക്കല്ല, അതിന്റെ അവിടെ ഒരു പാലമുണ്ട്. ആ പാലം പഠിക്കാൻ കറങ്ങി പിന്നെ പോരും. എത്ര പേരെ കൊണ്ടുപോകും? നമുക്ക് 8 പേരെ അലോടെ ഉള്ളു. ഒരാൾക്ക് 50 രൂപ അല്ലേ? എത്ര ചുറ്റളവില്? നമ്മുടെ ഐലൻഡ് റൗണ്ടിങ് ഒരു 10-15-20 മിനിറ്റ് യാത്ര. ഇതിന് ഈ സാമ്പ്രാണിക്കൊടി എന്ന് എങ്ങനെ പേര് കിട്ടിയെന്ന് ഞാനിവിടെ പലരോടും അന്വേഷിച്ചു, ഈ പ്രദേശവാസികളോടാണ്. പക്ഷെ അവർക്കൊന്നും ഒരു കൃത്യമായ ഉത്തരം നൽകാൻ കഴിഞ്ഞില്ല കേട്ടോ. പിന്നെ ഞാൻ കൂടുതലൊന്ന് വിശദമായി അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത്, ഇത് ഈ പുരാതന കാലത്തെ ചൈനയിൽ നിന്ന് ചെറിയ കപ്പലുകൾ ഈ തീരത്ത് നങ്കൂരമിട്ടിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെയും ഈ വരുന്ന കപ്പലുകളെ ഇവിടെയുള്ള പഴയകാല ആ പ്രദേശവാസികൾ വിളിച്ചിരുന്നത് ചമ്പ്രാണി എന്നായിരുന്നു അത്രേ. അങ്ങനെ ഇത് ചമ്പ്രാണി എന്നുള്ളത് മാറിയാണ് ഈ സാമ്പ്രാണിക്കൊടി എന്ന പേര് വന്നത് എന്ന് ഒരു വിഭാഗം പറയുന്നു. അതുപോലെ തന്നെ ഇതിന് മറ്റൊരു പ്രാദേശിക ഐതിഹ്യം കൂടിയുണ്ട്. ഈ പ്രദേശത്ത് ധാരാളം സാമ്പ്രാണി മരങ്ങളുണ്ടായിരുന്നു അത്. അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മുടെ വിനുബായിക്ക് ഒരു പണി കിട്ടി കേട്ടോ. ഏതോ ഒരു വലിയൊരു ഫാമിലി ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ അദ്ദേഹത്തിനെ ക്ഷണിച്ചിരിക്കുകയാണ്. എന്തായാലും ഫോട്ടോ എടുത്ത് കൊടുത്തിട്ടുണ്ട്. അത് കിട്ടുമോ എന്നിനി അവർ പാവം അവർ പോയി ക്യാമറ അല്ലെങ്കിൽ മൊബൈൽ ഓപ്പൺ ചെയ്ത് നോക്കട്ടെ, അപ്പോൾ അറിയാം. ഇതൊരു ഐലൻഡ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ 4 വശങ്ങളിൽ നിന്നും നമുക്ക് ഇവിടെ എത്തപ്പെടാൻ കഴിയും കേട്ടോ. നമ്മുടെ മൺട്രോം തുരുത്ത്, അഷ്ടമുടി കായലുമായി ബന്ധപ്പെട്ട മൺട്രോം തുരുത്തിൽ നിന്ന് അവിടെ ഇറങ്ങിയിട്ട് വേണമെങ്കിൽ ബോട്ട് വഴി വരാം, അല്ലാതെ കരമാർഗം വരാം. അതുപോലെ തന്നെ കൊല്ലത്ത് നിന്ന് നമ്മുടെ കാവനാട് ബോട്ട് ജെട്ടിയുണ്ട്, അവിടെ നിന്ന് വരാം. ആലപ്പുഴയിൽ നിന്ന് വരാം. അത് നമ്മുടെ ജലഗതാഗത വകുപ്പിൻ്റെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ബോട്ട് സർവീസാണ്, അതിലൂടെ വരാം. ഞാനിപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് വന്നത് നമ്മുടെ NH66 നേരെ വരുമ്പോൾ കൊല്ലം എത്തുന്നതിന് മുമ്പായിട്ട് ബൈപ്പാസിലേക്ക് പോകുമല്ലോ, ബൈപ്പാസ് ഉണ്ടല്ലോ. അപ്പോൾ ബൈപ്പാസിലേക്ക് കയറി അവിടെ നിന്ന് കുറച്ച് ദൂരം കഴിയുമ്പോൾ നമ്മുടെ ഒരു സ്ഥലമുണ്ട് കടവൂർ. ഈ കടവൂർ എന്ന് പറയുന്ന സ്ഥലം, കടവൂർ എന്നിട്ട് റൈറ്റിലേക്ക് തിരിഞ്ഞ് അഞ്ചാലമൂട് എന്നിട്ട് പ്രാക്കുളം എന്ന് പറയുന്നത്, ഈ സ്ഥലത്തിന് അറിയപ്പെടുന്ന പ്രാക്കുളം എന്നാണ് കേട്ടോ. ഈ പ്രാക്കുളം നമ്മൾ സാമ്പ്രാണിക്കൊടി എന്ന് പറയുന്നത് ഈ ഒരു ബോട്ട് ജെട്ടിയുടെ പേരാണ്. പിന്നെ അതിപ്പോൾ ഈ ഐലൻഡിലൂടെ പ്രസിദ്ധമായി എന്ന് അർത്ഥം. ശരിക്കും അവിടെ പ്രാക്കുളം എന്നാണ്. ബസ്സൊക്കെ എനിക്ക് തോന്നുന്നു സാമ്പ്രാണിക്കൊടിയാണോ പ്രാക്കുളമാണോ എന്നറിയില്ല. പ്രാക്കുളമാണ് അവിടുത്തെ ആ സ്ഥലം പ്രാദേശിക പേര്. DTPCയുടെ 26 ബോട്ടുകളുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതിലെല്ലാത്തിലും തന്നെ നമ്മുടെ ഈ വാഹനങ്ങളിൽ കാണുന്നത് പോലുള്ള രജിസ്ട്രേഷൻ നമ്പറൊക്കെ കാണുന്നുണ്ട്. അവിടെ രജിസ്ട്രേഷൻ വേണം, ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വേണം, ലൈസൻസ് വേണം, ഇൻഷുറൻസ് വേണം. ഇതെല്ലാം ടെക്നിക്കൽ കമ്മിറ്റിക്ക് സമർപ്പിച്ചാൽ മാത്രമേ ഇതിനൊക്കെയുള്ള ലൈസൻസ് കിട്ടൂ. എന്തായാലും നമുക്കിവിടെ ഫാമിലി ആയിട്ട് വന്നാലേ, കുട്ടികളായിട്ടൊക്കെ വന്നാൽ അവർക്ക് നന്നായിട്ട് വെള്ളത്തിൽ കളിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അറിയാമല്ലോ, പഴയ കാലമല്ല, ഞങ്ങളൊക്കെ കളിച്ചു വളർന്ന സമയത്ത് ശരിക്കും ഞങ്ങൾക്ക് തോടും പുഴകളും ആറും കായലൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ നാട്ടിലും കരിച്ചാറക്കടവ് എന്ന് പറയുന്ന ഒരു സ്ഥലം, മനോഹരമായ കണ്ടൽക്കാടുകളുള്ള സ്ഥലം ഉണ്ടായിരുന്നു. അതെല്ലാം ഇപ്പോൾ മതിൽ കെട്ടി അടച്ച് ആർക്കും പ്രവേശനമില്ലാതെ പലരും സ്വകാര്യ വ്യക്തികളെല്ലാം കൈയടക്കിയിരിക്കുന്നു.
അപ്പം ഞങ്ങൾക്കിപ്പോൾ ഈ ക്യാഷ് കൊടുത്ത് ഒരാൾക്ക് 150 രൂപ കൊടുത്ത് ഇവിടെ വന്ന് ആസ്വദിക്കേണ്ട അവസ്ഥയാണ്. അപ്പോൾ എൻ്റെ കുട്ടികൾക്ക്, അതായത് ഈ പുതിയ തലമുറകൾക്കൊന്നും ശരിക്കും ഇത്തരത്തിൽ ആസ്വദിക്കാനൊരു സ്ഥലമില്ല. ആ ഒരു അവസ്ഥയിൽ കുട്ടികളുമായിട്ടൊക്കെ ഫാമിലി ആയിട്ട് വന്നാൽ അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. കുറച്ച് നേരം അവർ വെള്ളത്തിൽ കളിക്കും. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ആക്ടിവിറ്റീസ് വെള്ളത്തിൽ കളിക്കാനുള്ള ആക്ടിവിറ്റീസ് ഉള്ളതുകൊണ്ട് അവർക്ക് കുറച്ചുകൂടി എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും. അല്ലെങ്കിൽ മിനിമം ഒരു തവണ നമുക്ക് കാണാൻ പറ്റുന്ന സ്ഥലമാണ്, കണ്ടിരിക്കേണ്ട സ്ഥലം കൂടിയാണ്. കാരണം നമുക്ക് കായലിൽ ഇത്രയും ഇറങ്ങി നിന്നിട്ട് നമുക്ക് ആ വെള്ളത്തിൽ ഇറങ്ങി നിന്ന് ആസ്വദിക്കാൻ പറ്റുന്നൊരു സ്ഥലം കൂടി എന്നുള്ളത് കണക്കിലെടുത്താൽ ഒരു തവണ വന്ന് ആസ്വദിക്കാൻ പറ്റുന്നൊരു സ്ഥലം. സത്യത്തിൽ ഇതിന് നമുക്കിപ്പോൾ ഐലൻഡ് എന്ന് ഞാൻ തന്നെ ഇപ്പോൾ ഒരു 10 പ്രാവശ്യം ഐലൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടാകണം. നമ്മൾ ആവേശത്തോടെ ഐലൻഡിലേക്കാണ് വന്നതെന്ന് ആദ്യം പറയുകയും ചെയ്തു. സത്യത്തിൽ ഇതൊരു ഐലൻഡാണോ? ആണോ? ഈ ഐലൻഡ് എന്ന് പറയുമ്പോൾ 4 ചുറ്റും വെള്ളവും അതിന് ആ വെള്ളത്തിൻ്റെ നടുക്കായിട്ട് ഒരു കുറച്ച് കരഭാഗവുമാകുമ്പോഴാണ് അത് ഐലൻഡ് എന്ന് പറയുന്നത്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണേ, എനിക്ക് ഈ സമയത്ത് തോന്നുന്നത് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അതാണല്ലോ ഐലൻഡ്. പക്ഷേ ഇതിപ്പോൾ ഐലൻഡ് എന്ന് പറയാൻ കഴിയില്ല, കാരണം നമുക്ക് മുട്ടളവോളം വെള്ളമുണ്ട് അവിടെ. ഇനി മറ്റൊരു സത്യം കൂടി പറയാൻ കേട്ടോ, ഇത് പ്രകൃതി കനിഞ്ഞരുളിയ ഐലൻഡ് അല്ല. അതായത് പ്രകൃതിയിലൂടെ രൂപാന്തരപ്പെട്ട ഒന്നല്ല എന്ന സത്യം. സെന്റ് തോമസ് ഐലൻഡ്, സെന്റ് ജോർജ് ഐലൻഡ്, ജോസഫ് ഐലൻഡ്, ഫാത്തിമ ഐലൻഡ്, പുത്തൻതുരുത്ത്, പിന്നെ പഞ്ചായത്തുരുത്ത്, അപ്പുറത്തോട്ട് പിന്നെ ഉണ്ട്. ഈ ഐലൻഡിലൊക്കെ ആൾ താമസം ഉണ്ടോ? ഈ പറഞ്ഞ ഐലൻഡിലെല്ലാം എല്ലാ ആള് താമസമുള്ളതാണ്. എല്ലാ ഐലൻഡിലും ഒരുപാട് ആള് താമസമുണ്ട്. കൊല്ലം ജില്ലയുടെ കൊല്ലം ജില്ല കോർപ്പറേഷൻ. കോർപ്പറേഷനാണോ? കോർപ്പറേഷൻ. ഈ ഐലൻഡിലെല്ലാം കോർപ്പറേഷനിൽ പെടുന്നതാണ്. എല്ലാം കോർപ്പറേഷൻ. ഓ ശരി. ആരാണ് ഇവിടെ നമ്മുടെ ഇവിടുത്തെ MLA ആരാണ്? നിയോജകം കുറച്ച് സുഹൃത്തും കുറച്ച് പിന്നെ മുകേഷും ആ രണ്ടുപേരുടെ രണ്ട് നിയോജക മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നുണ്ട് അല്ലേ? സുഹൃത്തിനാ കൂടുതലും. മുകേഷിന് പറഞ്ഞേ ഉള്ളൂ. അപ്പൊ ഈ ഐലൻഡുകളെല്ലാം കോർപ്പറേഷനിൽപ്പെട്ടാണ്, കൊല്ലം കോർപ്പറേഷനിൽപ്പെട്ട. ഈ ഐലൻഡുകളെക്കുറിച്ചുള്ള സംഭാഷണം കേട്ടിട്ടാവാം അദ്ദേഹം കൂടുതൽ ഈ സമീപ പ്രദേശത്തുള്ള കുറച്ച് ഐലൻഡുകളുടെ പേര് പറഞ്ഞത്. സത്യത്തിൽ ഈ കൊല്ലം കോട്ടപ്പുറം ദേശീയ ജലപാതയ്ക്ക് വേണ്ടി മണ്ണ് നീക്കം ചെയ്തിരുന്നു ഇവിടെ. അപ്പോൾ ആ നീക്കം ചെയ്ത മണ്ണ് ഈ കായലിനുള്ളിൽ തന്നെ ഇവർ നിക്ഷേപിച്ചു, കരയ്ക്ക് കൊണ്ടുപോകാതെ ഒരു സ്ഥലത്ത് കൂട്ടിയിടുകയായിരുന്നു. സത്യത്തിൽ ഇപ്പോൾ നമ്മൾ ഈ നിൽക്കുന്നത് ഈ കൃത്രിമമായി രൂപാന്തരപ്പെടുത്തിയെടുത്ത ഒരു ദ്വീപിന് മുന്നിലാണ്. അതായത് ജലപാതയ്ക്ക് വേണ്ടി ആഴം കൂട്ടിയപ്പോൾ ആ മണ്ണൊരു സ്ഥലത്ത് കൂട്ടിയിട്ടു, അതിപ്പോൾ ഒരു ദ്വീപായി രൂപാന്തരപ്പെട്ടു. സമീപ പ്രദേശത്തുള്ളതും തൊട്ടടുത്തതുമായ ഐലൻഡുകളിൽ നിന്നും ഈ കണ്ടൽ കാടുകളുടെ വേരുകളും ശിഖരങ്ങളുമൊക്കെ ഒഴുകി വന്നു. അതിവിടെ തടഞ്ഞു നിന്ന് കണ്ടൽ കാടായി രൂപാന്തരപ്പെട്ടു. അങ്ങനെ പറയുന്ന ഒരു ഭാഗമുണ്ട് കേട്ടോ. അതുകൂടാതെ ജോസ് എന്ന് പറയുന്ന ഒരു വ്യക്തി, ഒരു പ്രകൃതി സ്നേഹിയുടെ 10 വർഷത്തെ അധ്വാന ഫലമാണ് ഈ സ്ഥലത്തെ ഒരു ടൂറിസം ലെവലിലേക്ക് പുറത്തു കൊണ്ടുവന്നതെന്നും അദ്ദേഹത്തിൻ്റെ അധ്വാന ഫലമാണ് ഈ കാണുന്ന കണ്ടൽക്കാടുകളെല്ലാം രൂപാന്തരപ്പെട്ടത് എന്ന് പറയുന്ന മറുവിഭാഗവുമുണ്ട്. അല്പം മുമ്പ് ഒരു പ്രദേശവാസി പറഞ്ഞത് കേട്ടല്ലോ, ഇത് കോർപ്പറേഷൻ വാർഡ് എന്നാണ്. പക്ഷേ മറ്റൊരാൾ പറഞ്ഞത് ഇത് തൃക്കരുവ ഗ്രാമപഞ്ചായത്തിലെ 13ാം വാർഡ് എന്നാണ്. എന്തായാലും ഞാനീ പറഞ്ഞു വരുന്നത് ഈ സത്യവും മിഥ്യയും ഒക്കെ കൂടിച്ചേർന്ന ഒരു പ്രകൃതിയുടെ വികൃതി. നല്ല വെയിലാണ് കേട്ടോ. സത്യത്തിൽ ഈ ഷൂട്ട് ചെയ്യുന്നത് ഞങ്ങളുടെ മുഖം ഈ ഇതിനകത്ത് വരുന്നുണ്ടോ എന്ന് കാണുന്നുണ്ടോ? ഞങ്ങൾക്കിത് കാണാൻ പറ്റുന്നില്ല. എന്തായാലും ഞങ്ങളിവിടെ നിന്ന് മടങ്ങുകയാണ് കേട്ടോ. നല്ല വെയിലുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞല്ലോ, സൂചിപ്പിച്ചല്ലോ, കുട്ടികൾക്കും കുടുംബത്തിനും ആസ്വദിക്കാൻ പറ്റിയൊരു സ്ഥലം. മുട്ടളവ് വെള്ളമുണ്ട്, ഉപ്പ് വെള്ളമാണ്. അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ട്, നമ്മൾ ഒരുപാട് സമയം വെള്ളത്തിൽ നിൽക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിവിടെ തിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഞങ്ങൾ ആ ടിക്കറ്റ് കൗണ്ടറിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ചെന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇവിടെ മൺട്രോൻ തുരുത്തിലേക്ക്, ഈ അഷ്ടമുട്ടി കായലുമായി ബന്ധപ്പെട്ട് തന്നെയാണ് മൺട്രോൻ തുരുത്ത് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. അപ്പോൾ എന്തായാലും നമ്മളിവിടെ നിന്ന് പിരിയുന്നതിന് മുമ്പ്, തിരിച്ചു പോകുന്നതിന് മുമ്പായിട്ട് ഒരു സെൽഫി, ഞങ്ങൾ രണ്ടുപേരെയും കൂടെ ഒരു സെൽഫി പോയിന്റാണിത്. സാമ്പ്രാണിക്കൊടിയുടെ സെൽഫി പോയിന്റാണ്. എന്തായാലും സാമ്പ്രാണിക്കൊടിയോട് തൽക്കാലം ഇവിടെ പറയുന്നു.